നിങ്ങളൊരു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണോ? സോ ഇനി എന്ത് ചെയ്യണം, നിങ്ങളുടെ കരിയറിലേക്ക് എങ്ങനെ അപ്സ്കെയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ട് നടക്കുന്ന ഒരാളാണോ? സോ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. സോ ദ തിങ് ഈസ്, ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ 5 ഡിവിഷൻസ് ആണ് വരിക. ഈ 5 ഡിവിഷൻസ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയേഴ്സിനും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും ഒരുപോലെ ബാധകമായിട്ടുള്ള ഡിവിഷൻസാണ്. ഈ ഡിവിഷൻസിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ജോബിലേക്ക് എത്താം, ഏതൊക്കെ അപ്സ്കില്ലിങ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് ഡിസൈൻ ഡിവിഷനാണ്. സോ ഈ ഡിസൈൻ ഡിവിഷനിൽ ആസ് എ സിവിൽ എഞ്ചിനീയർ നിങ്ങൾക്ക് വരുന്ന ഒരു ജോബ് റോളാണ് സ്ട്രക്ചറൽ ഡിസൈനർ എന്ന് പറയുന്നത്. ആൻഡ് ആസ് എ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ള ഒരാൾക്കാണെങ്കിൽ MEP ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് റോളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് MEP ഡിസൈനിൻ്റെ കോഴ്സ് അപ്സ്കെയിൽ ചെയ്യാം, സ്ട്രക്ചറൽ ഡിസൈൻ അപ്സ്കെയിൽ ചെയ്യാം, ആൻഡ് BIM അപ്സ്കെയിൽ ചെയ്യാം. BIM-ൻ്റെ കോഴ്സുകൾ വരുന്നുണ്ട്. ആൻഡ് ഓട്ടോകാഡ്, ഡ്രാഫ്റ്റിംഗ് അങ്ങനെയുള്ള ജോബുകളിലേക്കുള്ള അപ്സ്കില്ലിംഗ് കോഴ്സുകൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് QS ഡിപ്പാർട്ട്മെൻറ്റാണ്, ക്വാണ്ടിറ്റി സർവേയിങ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതും സിവിൽ QS ഉണ്ട്, MEPക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കലിന് MEP QS ഉണ്ട്. സോ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. MEPക്ക് MEPയുടെ QS കോഴ്സുകളുണ്ട്, സിവിലിനാണെങ്കിൽ സിവിൽ QS എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഈ കോഴ്സുകളിലേക്കുള്ള അപ്സ്കില്ലിംഗ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ തേർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഡിവിഷനാണ്. ഇവിടെ നിങ്ങൾക്ക് പ്ലാനിങ് വരാം, ലാൻഡ് സർവേയിങ് വരാം, പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള റോളുകൾ വരാം. ഇതിനൊക്കെയുള്ള അപ്സ്കില്ലിംഗ് കോഴ്സുകളുണ്ട്. പ്ലാനിങ് എഞ്ചിനീയറിനുള്ള അപ്സ്കില്ലിംഗ് കോഴ്സുകളുണ്ട്, സർവേയിങ് ഉണ്ട്, ലാൻഡ് സർവേയിങ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൊജക്ട് എഞ്ചിനീയറിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടിങ്, ഡാഷ്ബോർഡ് പ്രിപ്പറേഷൻസ്, DPR, WPR അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ വേറൊരു ഡിവിഷനാണ് ക്വാളിറ്റി ഡിവിഷൻസ്. സോ ഈ ക്വാളിറ്റി ഡിവിഷനിൽ വരുന്ന കോഴ്സുകളാണ് NDT, QA/QC, QC അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. സോ ഈ അപ്സ്കില്ലിംഗ് കോഴ്സുകൾ എടുക്കാം. ആൻഡ് ഫൈനലി നമുക്ക് വരുന്ന ഒരു ഡിവിഷനാണ് സേഫ്റ്റി ഡിവിഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നെബോഷ്, IOSH അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് എടുക്കുക. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്, അപ്സ്കില്ലിംഗ് കോഴ്സുകൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാം. സോ നിങ്ങൾക്കൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് എവിടെ അലൈൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ട് ഇതിൽ ഏത് ഡിവിഷൻ വേണം, ഏത് കോഴ്സ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്.